പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ മുഴുവൻ കാണാതെ പോകരുത്. ഇത് സദാ ഒരു പ്രശസ്ത നടിയായ അവര് തെരുവ് നായ്ക്കളെ കൊല്ലുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വിലപിക്കുന്നതാണ് ഈ കാണുന്നത്. കാരണം സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിച്ചിരുന്നു, തെരുവ് നായ്ക്കളെല്ലാം പിടിച്ചിട്ട് ഷെൽട്ടറുകളാക്കുക എന്ന്. അതൊരിക്കലും സാധിക്കില്ല, അവയെല്ലാം കൊന്നൊടുക്കപ്പെടുമെന്നാണ് ഇവര് പറയുന്നത്. What else to do? I don't know which authorities to approach. I don't know where to go and protest or voice my opinion. But all I can say is that it's just killing me from within. This is not done. Shame on us. Shame on our country and shame on who didn't think twice before passing a judgment. You could have taken the animal lovers, NGOs in confidence, and you could have asked, what help do you need from me? സത്യം പറയട്ടെ, ഇവരുടെ ഈ ബഹളവും കരച്ചിലും കേൾക്കുമ്പോൾ സഹതാപമാണോ വിഷമമാണോ ദേഷ്യമാണോ വരുന്നത് എനിക്കറിയത്തില്ല. കാരണം ഇന്ത്യ എന്ന രാജ്യത്ത് തെരുവ് നായ്ക്കളുടെ കടിയേറ്റ് കൊല്ലപ്പെടുന്നവരുടെയും പരിക്കേൽക്കുന്നവരുടെയും കണക്ക് കേട്ട് നമ്മൾ ഞെട്ടിപ്പോവും. അത്രയധികം ആളുകളുണ്ട്. എത്രയോ കാലമായിട്ട് കേരളത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. എത്ര ആളുകളെ ഈ തെരുവ് നായകൾ ആക്രമിച്ചു, എത്ര കുട്ടികളുടെ ജീവിതം നശിപ്പിച്ചു, എത്ര കുട്ടികൾ മരിച്ചു. ദിനേന വരുന്ന വാർത്തകൾ കാണുമ്പോൾ തന്നെ പേടിയാവുന്നു. കുട്ടികളായാലും മുതിർന്നതിന് പുറത്തു പോകാൻ തന്നെ പേടിയാണ്. അതൊന്നും ഇവരെ പോലെയുള്ള മൃഗസ്നേഹികളിൽ മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഞാനടക്കം ഈ നായ്ക്കളോട് സ്നേഹമുള്ളവരാണ്. എൻ്റെ വീട്ടിൽ 2 പട്ടികളുണ്ട്. നായ്ക്കളോളം സ്നേഹവും ആത്മാർത്ഥതയുള്ള ഒരു ജീവിയും ലോകത്തില്ല എന്നും ഞാൻ ഉറപ്പിച്ച് പറയാം. പക്ഷേ ഈ തെരുവിൽ ഇങ്ങനെ പെരുകുന്ന നായ്ക്കളെ കൊണ്ട് നമ്മുടെ മനുഷ്യജീവിതം ദുസ്സഹമാകുമ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാകേണ്ടതില്ല. ഇത്രയും സ്നേഹമുള്ള ഇവര് ഒരു കാര്യം ചെയ്യട്ടെ, രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ട് ഈ തെരുവ് നായ്കളെല്ലാം അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അഡോപ്റ്റ് ചെയ്തിട്ട് അതിനെ വളർത്തട്ടെ. അതിനുള്ള സംവിധാനങ്ങൾ ഇവരൊരുക്കട്ടെ. അതല്ലേ വേണ്ടത്. ഈ തെരുവിൽ അഴിച്ചു വിട്ടിട്ട് ആളുകളെ ഇങ്ങനെ ഉപദ്രവിക്കപ്പെട്ട് ആളുകളുടെ ജീവിതം നശിക്കേണ്ട ആവശ്യമുണ്ടോ? ഇവർക്കൊക്കെ AC കാറിൽ AC റൂമിൽ ജീവിക്കുന്ന ഇവർക്കൊന്നും ഇതിന്റെ ബുദ്ധിമുട്ട് അറിയില്ല. ഒരു നായ കടിച്ചാൽ എത്ര കണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് ഇവർക്ക് ആർക്കും അറിയില്ല. കാരണം ഇവരൊന്നും കടി വാങ്ങിച്ചിട്ടില്ല ഇതുവരെ. എനിക്ക് ഓർമ്മയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ, എൻ്റെ മൂത്ത മകന് 2 വയസ്സുള്ളപ്പോൾ അവനെയും കൊണ്ട് റോഡിലേക്ക് പോയി എൻ്റെ ഭാര്യയെ ഒരു നായ ആക്രമിക്കുകയും വലത് കൈയുടെ മാംസം കടിച്ച് പറിച്ചു കൊണ്ടുപോയി. എൻ്റെ മകൻ്റെ കവിളിന് കടിക്കേണ്ടത് ഭാഗ്യം കൊണ്ട് കുട്ടിയെ വലിച്ച് പൊന്തിച്ചത് കൊണ്ട് മാത്രം ആ കൈക്കിട്ട് കടിച്ചു. ആ കടിച്ചു തൂങ്ങി ആ ഏരിയ കൊണ്ട് ആ നായ പോയി. അതിനുശേഷം മാസങ്ങളോളം എൻ്റെ ഭാര്യയെ ബുദ്ധിമുട്ട് എനിക്കറിയാം. അന്ന് 2 വയസ്സുള്ള ആ പാല് കുടിക്കുന്ന കുട്ടിക്ക് പാല് പോലും കൊടുക്കാതെ 3 ദിവസം കാത്തിരുന്നു. ഇതൊന്നും ഇവരെ പോലുള്ള നായസ്നേഹികൾക്ക് മനസ്സിലാവില്ല. പറയാറില്ലേ, തീയിൽ തൊട്ടാലല്ലേ തീയുടെ ചൂട് നമ്മൾ അറിയുള്ളൂ. അതിവർക്കറിയില്ല. അതാണ് പ്രശ്നം. ഈ തെരുവ് നായ്കളെ കൊന്നൊടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ അതിൻ്റെ സംഖ്യകൾ നിയന്ത്രിക്കാനുള്ള നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാവണം. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ മറക്കാതെ രേഖപ്പെടുത്തണം. കാരണം ഇത് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. നന്ദി.